ദളപതി വിജയനെ കാണുവാനുള്ള 36-ാം ദിവസത്തിലേക്ക് നമ്മളെല്ലാവരും കടന്നിരിക്കുകയാണ്. പുതിയൊരു കാൽനട യാത്രയിലേക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഫുള്ള് സെറ്റ്. ഇന്ന് നമ്മൾ കിടന്ന റൂമാട്ടത്. AC ഒക്കെ ഉണ്ട്, അടിപൊളി റൂമാണ്. രാവിലത്തെ വ്യൂ, നമ്മളെ ഫ്രിഡ്ജ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ലൈറ്റ്, കാര്യങ്ങള്, ടേബിള്, TV, സകല കാര്യങ്ങളും ഉണ്ട്. അടിപൊളി. ഈ റൂം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല അടിപൊളി റൂം, അലമാര ഒക്കെ ഉണ്ട്. ഈ ഒരു റൂം നമുക്ക് ചെയ്തു തന്ന ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിനായിട്ടുള്ള CBI ഓഫീസർ ഉണ്ടല്ലോ, പോലീസ്, അവർ മുഖേന നമുക്ക് കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ പാർട്ടിക്കാരോട് വിവരം പറഞ്ഞു. അതിനുശേഷം അവരെന്ത് ചെയ്തു, നമ്മളെ മീറ്റ് ചെയ്യാൻ വന്നു. നമുക്ക് ഇതുപോലെ ഒരു റൂമും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അപ്പോൾ TVKയുടെ ഭാരവാഹികളായ എല്ലാവരോടും ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു സപ്പോർട്ടൊക്കെ നമുക്ക് തമിഴ്നാട്ടിൽ വന്ന് കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എല്ലാവരും പോലെ നമുക്ക് നമ്മുടെ വിജയണ്ണനെ ഒരുമിച്ച് കാണാം. നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാൻ പോവാട്ടോ. സൈഡിലൊരു ഭാഗം കൊടുക്കണ്ടോ, പൂച്ചെടി, ഇതൊക്കെ നമ്മൾ ഇന്നലെ രാത്രി കണ്ടാണ്. ചെട്ടിപ്പുടി റിവറാട്ടോ കാണുന്നത്. നമ്മൾ ഇന്നലെ വന്നപ്പോൾ കണ്ടാണ്. റെയിൽവേ ട്രാക്ക് നമ്മൾ ഇന്നലെ രാത്രി വന്ന ഭാഗമാട്ടോ, ഫ്ലാറ്റിൻ്റെ അടിഭാഗം. ഇലക്ട്രിസിറ്റി ഒക്കെ പോയേക്കുന്നുണ്ടോ, മഹേന്ദ്ര സിറ്റി. ഇതാ മഹേന്ദ്ര സിറ്റി. ഓക്കെ, താഴെ കണ്ടോ പ്ലേ ഗ്രൗണ്ട്. സ്ഥലത്തില്ല കേട്ടോ. സെക്യൂരിറ്റീനെയും തിരിഞ്ഞ് നടക്കാണ്. കൊറേ നേരമായി നോക്കുന്ന ആൾക്കാരെ കാണുന്നില്ല. കഥാ ഇങ്ങടിത് പോണത്? ചാവി കൈ പിടിച്ചോണ്ട് നടക്കാണ് രാവിലെ തന്നെ. സെക്യൂരിറ്റീനെ കാണാനില്ല. ഇതാണ് ഞങ്ങള് താമസിച്ച ഫ്ലാറ്റ്. നമ്മള് സെക്യൂരിറ്റിക്ക് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. വയ്യാതെ ഹോസ്പിറ്റലിൽ പോയേക്കാന്ന് പറഞ്ഞു, അതുകൊണ്ട് ആളെ കാണാഞ്ഞേ. അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങാണ്. നമ്മുടെ ഇന്നത്തെ കാൽനട യാത്ര ഇവിടെ തുടങ്ങാണ്. അപ്പൊ എല്ലാരും പോരെ. നേരെ മുമ്പിൽ തന്നെ പൊളിച്ചു വിട്ടേക്കുന്ന റൂമ് കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു പണി കിട്ടി രാവിലെ തന്നെ. ടാപ്പ് മറന്നു വെച്ചു. തിരിച്ചു വീണ്ടും ഫ്ലാറ്റിന്റെ ഉള്ളിലോട്ട്. താക്കോലല്ല അവിടെ വെക്കാൻ പറഞ്ഞു, ടാപ്പ് അവിടെ വെക്കാറില്ല പറഞ്ഞു. പിന്നെയും തിരിച്ചു പോറോട്ടെ വരട്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള കേട്ടോ, രാവിലെ എക്സസൈസ് ചെയ്യാനുള്ള. ഇന്നലെ രാത്രി കണ്ടില്ല കേട്ടോ, ഇഷ്ടമായുണ്ട്. വോളിബോളും കാര്യങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റാണ്. സമാധാനമായ നല്ല ജീവൻ അങ്ങ് പോയി. എവിടെ വെച്ചെന്നുള്ള ഓർമ്മയില്ല, അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. ഇതുണ്ടോ, ഫ്ലോട്ട് തിരിച്ചു കൊടുക്കുന്നതിന്റെ പ്ലാനിങ് ആണെന്ന് തോന്നി. ഇവിടെ കണ്ടോ വേസ്റ്റ്, നല്ല സ്മെല്ലാട്ടോ അതിനകത്തുനിന്ന്. ഇത് ക്ലീൻ ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ആ ഭാഗമൊക്കെ പൊളിച്ച് റെഡിയാക്കി വരുന്നുണ്ട്. പെട്ടെന്ന് റെഡിയാക്കി അത്ര നല്ലത്, ഇല്ലെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ടാവും. ഒരു ഫുട്ബോൾ കിടക്കുന്നുണ്ടോ, അതെ, ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. ചെടി വീണോണ്ട് ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ എന്ത് വയ്ക്കുന്നേ? നമ്മുടെ നാട്ടിലെ മസാല ദോശയുടെ അത്രയും വലിപ്പമുണ്ട് കേട്ടോ ഇവിടുത്തെ ദോശ. രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. അന്നെന്താ നമുക്ക് എന്താ ഫുഡല്ല, സൂറാർക്ക് രാവിലത്തെ ഭക്ഷണം നമ്മൾ ചെയ്ത കേട്ടോ. നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി. സെഷൻ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നമ്മളീ പുറകെ കാണുന്ന ഹോട്ടലിൽ നിന്നാട്ടോ നമ്മള് ഭക്ഷണം കഴിച്ചേ. അവിടെ വെള്ളം കിടപ്പുണ്ട്, ചവിട്ടിയൊക്കെ ജ്യൂസൊക്കെ നിറച്ച് ചെയ്യണോ. ആ കടയിലൊരു പ്രത്യേകത ഉണ്ട്. എന്താ പറയുക, നമ്മള് ജ്യൂസിനെ പോയിക്കുന്ന സാധാരണ ജ്യൂസ് അടിച്ചു തരല്ലേ, ഇത് ജ്യൂസ് ആക്കിയിട്ട് ആ ജ്യൂസ് മിക്സി ഉണ്ടല്ലോ, മിക്സിക്കകത്ത് നിറച്ച് വെച്ചേക്കും കേട്ടോ. ആവശ്യമുള്ളവർക്ക് വരുമ്പോ തന്നെ അതെടുത്ത് കുടിക്കാം. ഐസ് ഇതുണ്ടോ, തീ കത്തി അതിന്റെ പുക വരുന്നുണ്ടോ, അല്ല മൊത്തം പുകയാട്ടോ. അറക്കോണം, തിരുത്തണി, ചിറ്റൂർ, തിരുപ്പതി. ആ അതാണ് എന്റെ പേര്. ഇവിടെ മൊത്തം തീട്ടേക്കും കേട്ടോ. ഒരു ഏരിയ മൊത്തം സ്മോക്ക് അടിച്ചേക്കാണ്. അണ്ണാക്കിനുള്ളിൽ അടിച്ചു കയറുന്നു. രാവിലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വണ്ടിത്തിരക്കുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഈ ഒരു കാൽനട യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് മഹേന്ദ്ര സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാട്ടോ. അടുത്ത വെള്ളത്തിന്റെ പൈപ്പ് ഇടാൻ വേണ്ടിട്ട് കൊണ്ടിട്ടേക്കുന്ന പൈപ്പും കാര്യങ്ങളൊക്കെ ആട്ടോ. മുഴുവൻ അങ്ങ് വരെ ഇട്ടിട്ടുണ്ട്. കാലാക്കല് പുകയടിച്ചതിന്റെയാ. ഇവർക്ക് മണം കൂടി നല്ല രീതിയിലുള്ള സ്മെല്ലോ ഇവിടെ അതും ഇവിടെ ഇപ്പൊ കഴിച്ചതേ ഉള്ളു. കഴിച്ചതാണ് വേസ്റ്റ് എടുക്കുന്നുണ്ടോ, നല്ല സ്മെല്ലാട്ടോ.
മനസ്സിലാവുന്നുണ്ടോ? ഈ സൈഡിൽ പുക വരുന്നുണ്ടോ? ആ ഒരു ഏരിയ മുഴുവനും പ്ലാസ്റ്റിക് ഇട്ട് കത്തിച്ചേക്കുന്നത്. എനിക്ക് വേറെ ഒരു റോഡിന്റെ സൈഡിലല്ലാതെ വേറെ എവിടെ ഇട്ട് കത്തിക്കാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടാക്കി ഉണ്ടാവൂല. കണ്ണാടിയും ഹെൽമെറ്റും വേണോ? കണ്ണാടി വേണോ? നിനക്ക് പറ്റിയ കണ്ണാടി ഒന്നും ഇല്ല. വാ, ഒരു സൈക്കിൾ കേട്ടോ. പേര് മെറിറ്റ്. ഞങ്ങളെ കണ്ടപ്പോ മലപ്പുറത്തുനിന്ന് നമ്മള് പോകുന്ന കണ്ടിട്ട് നമ്മളെ കാണാൻ വേണ്ടി വണ്ടി തിരിച്ചോട്ട് വന്ന കേട്ടോ. ഒത്തിരി സന്തോഷം. ഇതെവിടെ പോണ്? കടയുണ്ട്. നമ്മുടെ കടയാണോ അതോ? അവിടെ ഉണ്ടല്ലേ. നമ്മളെന്തിനാ ഇവിടെ സ്റ്റേ ചെയ്ത മഹേന്ദ്ര സിറ്റിയില്? നിങ്ങൾ ഇന്നലെ ചെന്തക്കട്ടം തന്നെയാണ്ട് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അപ്പൊ ഞാൻ ഇതൊക്കെയാണ് നമ്മളെ തപ്പി വരുന്നത്. മലയാളീസ് കേട്ടോ. നമ്മുടെ നാടോടോ ചെമ്മാടുള്ള ആളാട്ടോ. இந்த கோவிலோட பேரு சுடலமாட சாமி கோயில் கருப்பசாமி நீசாமி இருக்கு. ഈ കാണുന്ന കോവിലാട്ടോ അത്. അത് അതിന്റെ പക്കം പോകുമ്പോൾ அந்த பக்கம் இது வந்து வள்ளலார் കള്ളലാർ. அது பிள்ளையார் கோயில். அது ஐயப்பன் கோயில். അയ്യോ പെരിയ കോവില് பெரிய கோயில் சிங்கபெருமான். സിംഗപെരുമാൾ. നമ്മൾ പോകുന്ന വഴിക്കാട്ടോ സിംഗപെരുമാൾ കോവില്. കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നുങ്കിന്റെ വെള്ളം എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. റോഡ് സൈഡിൽ നമുക്ക് കുറെ കാണാൻ പറ്റും. മരിച്ചവരെ കൊണ്ടുപോകുന്ന വണ്ടി ഉണ്ടല്ലോ തമിഴ്നാട്ടിലെ, അതാട്ടോ ഇത്. ഇതാണ്ടോ സന്തൂക്ക്. ഇത് വണ്ടിയിൽ കയറ്റി വെച്ചേക്കോ. ഇത് കുറെ നാളായെന്ന് തോന്നുന്നു അവിടെ കിടക്കുന്നത്. പഴയ സന്തോക്കും പൊടി കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. നീ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. എന്താ ഒരു പ്രാണിയോ അല്ലെങ്കിൽ ജീവി അങ്ങനെ എന്തോ മരിച്ചു കിടപ്പുണ്ട് ഇവിടെ. മുഴുവനും വേസ്റ്റ് ഈ സൈഡിലൊക്കെ. സിംഗപ്പെരുമാൾ കോവിൽ ഇതാണ് നമ്മൾ ഒരു കരിമ്പെന്ന് പറയും. പക്ഷെ ഇതിന് വേറെ എന്തെല്ലാം പേരോ. ഇങ്ങ ഇതൊക്കെ എന്നാ പേര് ചൊല്ലുവാങ്കേ? தென்னங்குருத்து. തെന്നംകുറുക്ക്. ഈ കാണുന്നത് മുഴുവൻ ഇതാട്ടോ. നമ്മളിവിടുന്ന് ഒരു 50 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെയാണോ? ഈ ഒരു ചെറിയ വണ്ടിയിലാട്ടോ ഈ ഒരു കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഗൈസ് ഇതാണ് ആ ഐറ്റം. കണ്ടോ? വേണ്ട കഴിച്ചിട്ട്. സൂപ്പർ. ഇത് കഴിച്ചിട്ടില്ലാത്തവർക്ക് ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞുതരാം. തേങ്ങ ഒട്ടും വിളയാത്ത നമ്മൾ കഴിക്കൂലേ, അതിന്റെ ഒരു ടേസ്റ്റ്. ലൈറ്റ് ടേസ്റ്റ്, മധുരമില്ല എന്നാൽ ചുവർപ്പും ഇല്ല. ആ ഒരു രീതിയിലുള്ള ടേസ്റ്റ്. ഇതിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഇതാട്ടോ. நல்லா இருக்கீங்களா? நல்லா இருக்கு. உங்க வீடியோ தான் டெய்லி பாக்குறாங்க. ரொம்ப சந்தோஷம். ரொம்ப வாழ்த்துக்கள், நன்றி. இது எத்தனைக்கு போய் வரோம்? டெய்லி உங்க வீடியோ பார்த்துட்டு தான் இருக்கா. பரவாயில்ல, அவ்வளவு லாங்ல இருந்து இவ்வளவு கஷ்டப்பட்டு வர்றீங்க தளபதியை பார்க்க. இல்ல சாப்பிடுங்க. முத்திக்கோ, முத்திக்கோ. என்ன சாப்பிட்டீங்களா? ஃப்ரூட்டிங்ஸ் அதான் சாப்பிட்டோம். ஃப்ரூட்டிங்ஸ் சாப்பிடலாம். நல்லா இருக்குங்களா? என்ன சாப்பிடலாம் நீங்க? கண்டிப்பா வேணா கண்டிப்பா கேட்டுருவோம். வாழ்த்து தெரியா? ഓക്കെ, താങ്ക് യു. ഒരു വണ്ടി പണിയുന്നുണ്ട്. എങ്ങനെയാന്ന്? ഇതാണ് മക്കളെ ഷോറൂം, റോട്ടിലെ ഷോറൂം. എങ്ങനെയുണ്ട്? ചട്ടി വേണം, ചട്ടി. ചെറിയ ചട്ടി. ഇന്റെ എത്ര ഉള്ള ചട്ടി? അതാസല്ലേ. സിംഗപ്പെരുമാൾ ടൗണിലാണ് നമ്മളിപ്പോ ഉള്ളത് കേട്ടോ. ഇത്രത്തോളം തിരക്ക് ഇവിടെ ഉണ്ട്. അപ്പുറത്തേക്ക് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. അതുപോലെ നല്ല രീതിയിലുള്ള ചൂടും ഉണ്ട്. ഇത് വലിയ ടൗണാന്ന് തോന്നുന്നു അല്ലേ? രാവിലെ ഒന്നും മറന്നുപോയതാ. വാങ്ങിക്കാം. ഞങ്ങളുടെ ലുക്ക് ഉണ്ടോ? അടി മൂശ. നമ്മളീ ഒരു കടയിൽ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി നമ്മള് ഇത്ര നേരം ഈ ഒരു വെയിറ്റ് ഷെഡിൽ റെസ്റ്റ് എടുക്കുവായിരുന്നു കേട്ടോ. റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പയ്യെ എടുത്ത് പോകാന്ന് വിചാരിച്ചു. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ്. ആവി വെയിറ്റ് ഷെഡിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോ ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടിട്ടോ. ഇവിടെ തൊട്ട് നമ്മുടെ മഴ സ്റ്റാർട്ട് ആവുകയാണ്. പുറകിൽ ഇതുണ്ടോ ബാഗിന്റെ സേഫ്റ്റി ആയിട്ടുള്ള വാട്ടർ പ്രൂഫിന്റെ കവറൊക്കെ എടുത്തിട്ടു. മഴ പൊടിയുന്നുണ്ട്, അതാണ് മെയിൻ ആയിട്ട് പ്രശ്നം. ഇന്ന് നമ്മൾ എന്നാലും കുറെ ദൂരം നടക്കും. കൊട ഉണ്ടായതുകൊണ്ട് എനിക്ക് സന്തോഷം. ഞാൻ കടയിട്ട് നടക്കണം. ചെറിയ പൊടി മത്സരമേ ഉള്ളൂ കേട്ടോ. നല്ലൊരു മഴ വേണം, നല്ല സുഖമാണ്. ഒരു ചെറിയ വെയിലും കുറവുണ്ട്. ഇത് ഇത്രയും പോകുന്നതാണ്ടോ. ഇത് ചെറിയ മെമു ആട്ടോ. ഓ എനിക്ക് വയ്യ. ഇപ്പൊ വെയിറ്റ് ഷെഡിൽ നടന്നു വന്നില്ല. നമ്മളെ കയ്യിലുള്ള വെള്ളമൊക്കെ തീർന്നു കേട്ടോ. ഞാൻ നടന്നു വന്നായിക്ക് എങ്ങനെ കണ്ടത്? ഇതിങ്ങനെ പോകുമ്പോ കൈ കാണിച്ചു. അപ്പൊ ഞാനും കൈ കാണിച്ചോട്ടെ. അവൻ തിരിച്ചു വന്നു. അപ്പൊ വണ്ടി നിർത്തി തിരിച്ചു വന്നു കേട്ടോ. നമുക്ക് വെള്ളം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നതാണ്. താങ്ക് യു. പേര് രാജേഷ്. നീ തേങ്ങ പറഞ്ഞിട്ടോ. ஓகே தேங்க்யூ ஃபார் தளபதிக்காக நாங்க நாட்டுக்கு தளபதி நல்ல செய்யும். தளபதி அண்ணன் தளபதியோட ரோல நாங்க ஃபாலோ பண்றோம். அதுதான் வேணும். இங்க அடுத்த தலைமுறைக்குமே அண்ணன் தான் யாருன்னு காட்டி கொடுங்க. ஒரு சிஎம் எப்படி இருக்கணும், ஒரு நாடு எப்படி இருக்கணும், ஒரு நாட்டுக்கு எத்தனை மாத்தம் வரணும், எப்படி வரணும்னு அவருதான் நமக்கும் எல்லா நாட்டுக்கும் கத்து கொடுக்கணும். எங்க
எங்க அண்ணன் எந்த அளவுக்கு நல்லது செய்வார் நாங்க நம்புறோமோ அந்த அளவுக்கு அண்ணனுக்கு நின்று நாங்களும் ரொம்ப நல்லது செய்யணும் விரும்பி ஆர்வத்தோட கம்பல்சரி நம்ம கண்டிப்பா நமக்கு ஒரு நல்லது நம்ம கிடைக்கும். இந்தியாவுக்காகவும் கம்பல்சரி போராடுறதுக்காக ஒரு யங்ஸ்டரா உள்ள வந்தோம். அந்த எங்களுக்கு இனி ஒரு தலைமுறை எப்படி இருக்கணும்னு காட்டி கொடுக்குறோம். அது அண்ணன் கையில தான் இருக்கு. கண்டிப்பா ഹാപ്പിയാ ഇല്ലേ? അപ്പുറത്തൊരു ചെറിയൊരു പെര പോലെ കണ്ടോ? ഇതെന്താന്നറിയോ, നമ്മുടെ അമ്പലത്തിലോട്ടുള്ള ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കൂലേ, അത് ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ. പുറത്ത് കുറെ എണ്ണം വെച്ചിട്ടുണ്ട്. ചെറിയൊരു പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയിട്ട് അതിനകത്തൊരു ഫാമിലി ഇരുന്ന് റെഡി ആക്കുക കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളി. ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് ആ വിഷ്വൽസ് നിങ്ങൾ എല്ലാവരും കാണിച്ചു തന്നെ. ഈ ഒരു ക്രോസ് തീരണമെങ്കിൽ ഏകദേശം 500 മീറ്റർ അടുത്ത് നടക്കണം, എന്നാൽ മാത്രമേ തീരത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് ചാടി കിടക്കണം. ഈ ബാഗും തൂക്കി ചാടി കിടക്കുന്ന കാര്യം ആലോചിക്ക്. ഞാൻ ഉരുളും. ആരും ചിരിക്കല്ലേ, ആരും ചിരിക്കല്ലേ. ഈ ഒരു പേര് വായിച്ച രണ്ടാമത്തെ വായിക്ക്, പെട്ടെന്ന് വായിക്കേ. ഉറപ്പിക്കാവോ? ഉറപ്പിക്കാവോ? നമുക്ക് ഉറപ്പാക്കാം കേട്ടോ. അപ്പുറത്തൊരു പേരുണ്ട്, അത് ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കിയത്. സിഗ്നൽ ലൈറ്റ് വീണു. കുണ്ടി കൂടെ പോണത്, കുണ്ടി കൂടെ. ആ കാണുന്ന വെയിറ്റ് ഷെഡിൽ ഇരിക്കുവായിരുന്നു ഞങ്ങൾ ഇത്ര നേരം. അമ്മ ഇപ്പൊ 2:30, അതായത് ഉച്ച ടൈം. വെയിലില്ല കേട്ടോ, വെയില് കുറവാണ്. ചെറിയൊരു മഴമൂടൽ ഉള്ളതുകൊണ്ടാണോ ഇല്ലോന്ന് അറിയത്തില്ല. നമ്മളതുകൊണ്ട് നല്ല സുഖമുണ്ട്. ഉച്ച ടൈമിൽ നമ്മൾ നടക്കുക കേട്ടോ. സാധാരണ ഈ സമയത്ത് നമ്മൾ റെസ്റ്റ് എടുക്കുന്നതാണ്. ഇതാണ് നമുക്ക് അത്ര എക്സ്ട്രീം സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ നമ്മള് റെസ്റ്റ് എടുക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ അണ്ണന്റെ അടുത്തേക്ക് അത്രയും പെട്ടെന്ന് നമ്മൾ പോകും. ആ ചിത്രവും എഴുത്തും കാര്യങ്ങളൊക്കെ ആട്ടെ ഈ ഒരു ഭാഗത്ത് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതാണോ ഉங்க പേര്? அசோக் അവരുടെ அசோக் 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 நவீன் நவீன். அப்பா இது எதுக்காக பண்ணிட்டு இருக்காங்க? பர்த்டே விஜய் பர்த்டே பர்த்டே சிஎம் பர்த்டே கொண்டாட்டமா செலிப்ரேஷன் மொத்தமா எல்லா இடத்துலயும் பர்த்டே செலிப்ரேஷன் 52 பர்த்டே செலிப்ரேஷன் செலிப்ரேஷன். வாழ்த்துக்கள் தளபதி. அண்ணன் ബർത്ത്ഡേ വര പോറാങ്ക, മൊത്ത തമിഴ്നാടും മാറ പോറാങ്ക. ആയിരിക്കുന്ന സൈക്കിളിന്റെ അടിയിലൊരു മഞ്ഞ ഷീറ്റ് ഉണ്ടല്ലേ, അതിനകത്തോട്ടോ എന്റെ കച്ചവടക്കാരൻ വിശ്രമിക്കുന്നത്. ഇവിടെ പോയിരിക്കുന്നോ? ഇല്ല, നമ്മള് കുറച്ച് പോയിരുന്ന, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയിരുന്നേ. അവിടെ ഓട്ടോ അല്ല പോയത്. വേണ്ട, സിമെന്റ് മറ്റുള്ള പോയിക്കൊണ്ടല്ലേ. ലോറി കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് ഇറങ്ങി വന്ന് ഫോട്ടോ വരെ എടുത്തിട്ടോ. ഓക്കെ, കണ്ടിപ്പാ സൈഡാക്കാൻ വേണ്ടി നിർത്തിയതാണ്, നമ്മളെ കണ്ട് നിർത്തിയതാണ്. ഞങ്ങളെ പവർ എല്ലാം പിടിയിട്ടുന്നുണ്ടോ? ഈ കിടക്കുന്നുണ്ടോ വേസ്റ്റ് കൂട്ടിയിട്ടേക്കുന്ന കേട്ടോ. എത്രത്തോളം വേസ്റ്റ് ഉണ്ടോ നോക്കി. ആ കാട്ടിനകത്ത് ഇപ്പൊ ഓടി കയറിയത് പന്നി കേട്ടോ, കാട്ടുപന്നി. അതെ 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 അതെ, പോകുന്നുണ്ടോ? ഇത് ഈ കിടക്കുന്നുണ്ടോ? ഇത് മുഴുവനും വേസ്റ്റ് ആട്ടോ. ഈ വേസ്റ്റ് തിന്ന് അത് ജീവിക്കുകയാണ് സത്യം പറഞ്ഞാല്. ഞാൻ ക്യാമറ എടുത്തതിന്റെ ആ ഒരു പേടിയിൽ അവര് ഓടിയതാട്ടോ. ഈ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പന്നീനാണ് ആൾക്കാർ തിന്നുന്നത്. ഓ അല്ലേ? അതിന്റെ ഉള്ളിൽ ആ വേസ്റ്റ് നിറയുന്നത് ഒരു ഭാഗത്തേ ഉള്ളൂ, അല്ല ശരീരത്തിന്റെ രക്തത്തിലോട്ടൊന്നും വേസ്റ്റ് പോവില്ല. അവരുടെ എനർജി അതല്ലേ, ആ. അതാണ് തിന്നാൻ പറ്റുന്നത്. വിറക് വറക്കും കേട്ടോ. ഈ കിടക്കുന്ന മുഴുവനും വിറകാണ്. ഇത് വലിയൊരു മരം മുറിച്ചതിന്റെ അത് വെട്ടി ചെറിയ ചെറിയ പീസാക്കി വെട്ടി കൊണ്ടുപോണ് ആ സ്കൂട്ടിയില്. ഈ സ്ഥലത്തിന്റെ പേരൊക്കെ ഞാൻ വായിക്കാം കേട്ടോ. പുയൽ, മുമ്മിടി പൂണ്ടി, തടാവു, തിരുപ്പതി, തടാവു. മരത്തിന്റെ ശിഖരങ്ങളൊക്കെ ഒടിച്ച് റോഡ് സൈഡിൽ കൊണ്ട് പൂട്ടിയിട്ടേക്കുന്നു. ഇതാണ് കേട്ടോ. അതൊക്കെ വെട്ടി ക്ലീൻ ആക്കി എടുക്കാണ്. വരുന്ന വണ്ടിക്കാർക്ക് തട്ടാതെ സേഫ് ആയിട്ട് പോകാൻ നല്ലൊരു കാര്യം കേട്ടോ. സന്തോഷമുള്ളൊരു കാഴ്ച. അത് വെട്ടി ഒരു ചെടി കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇതാണോ ഇവിടുന്ന് ആവശ്യമുള്ളവര് വെട്ടി വീട്ടിൽ കൊണ്ട്. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. വരുന്ന കഴിക്കാൻ നല്ല ചൂട്. ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, കാരണം വയറിന്റെ ഉള്ളില് നിറയെ വെള്ളമാണ്. ഞങ്ങള് രണ്ടുപേരും കരിമ്പ് പിടിക്കാണ്ട് ഒരു ചെറിയ കട വന്നേക്കോ കേട്ടോ. കരിമ്പ്. അപ്പൊ ആ കട കഴിഞ്ഞ് നമ്മള് നല്ല തണുപ്പിച്ച് ഐസ് കട്ടാക്കിയിട്ട് കരിമ്പ് ജ്യൂസ് കുടിക്കാം കേട്ടോ. നിങ്ങൾ യാത്ര പോവാണെങ്കിൽ ഏറ്റവും കൂടുതൽ യാത്രയിൽ കുടിക്കാൻ പറ്റുന്ന ഒരു ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് എന്ന് വെച്ചാല് ഒന്ന് കരിമ്പ് ജ്യൂസും ഒന്ന് ഇളനീരും. ഇളനീർ കുടിക്കുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ തണുപ്പുണ്ടാവില്ല. ഇതാകുമ്പോ നമുക്ക് തണുപ്പിച്ചും കുടിക്കാം. അക്കാവിടെ ഒരു കരിക്കും കൂടെ വെട്ടിത്തരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് കരിക്ക് വെട്ടുന്നുണ്ട്. കരിക്കിനകത്ത് നമ്മളൊന്ന് ഐസൊക്കെ ഇട്ട് കുടിക്കും. നല്ല തണുക്കട്ടെ. കരിക്ക് വരുന്നുണ്ട്. ഉള്ള ആട്ടുന്നത് ഐസിട്ട് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിരം പോവും. ഈ ഒരു ഭാഗത്ത് കണ്ടോ മുഴുവനും തേനീച്ച കേട്ടോ. കയ്യിലെങ്ങാനും വന്നൊരു കുത്തു കുത്തിക്കഴിഞ്ഞാല്
നല്ല സുഖം. തേങ്ങ പൊതിച്ചതിന്റെ വേസ്റ്റ് ആട്ടെ വെച്ചേക്കുന്ന മുഴുവനും. ഇതെല്ലാം വീഡിയോ എടുക്കുന്നത്. നമ്മള് കഴിഞ്ഞ ദിവസം ഒരു മലയാളീസിനെ കണ്ടില്ലായിരുന്നു. ഒരു ഹോട്ടലില് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ട് വന്നത്. അവര് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു SMT സ്റ്റീലോ അങ്ങനെ എന്തോ ഒരു ബിൽഡിങ്ങിലോട്ടാട്ടോ. നമ്മൾ അവരുടെ അടുത്തേക്ക് പോവാണ്. റീച്ച് ആവാറായി. ഇവിടുന്ന് ഒരു 200-300 മീറ്റർ അടുത്ത് അവരുടെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ലൊരു അക്കായിരുന്നു കേട്ടോ. അക്കാക്ക് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഭയങ്കര സന്തോഷം. അപ്പൊ ഒരു 300 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടുന്ന് കുടിക്കാനാണ് പഠിച്ചത് നമ്മളെ തീരുമാനിച്ചത് അല്ലേ? അതെ. നമ്മളിപ്പോ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റി എന്ന് വെച്ചാല് കൊടുവണ്ടൂർ എന്ന് പറയുന്ന ഒരു വലിയ സിറ്റി ആട്ടോ. നല്ല രീതിയിലുള്ള ക്രൗഡ് ഉണ്ട് ഇവിടെ. ഒരു സ്വാമിനെ കണ്ടോ? തലയിലും ഒരു പ്രത്യേക താടിയും കാര്യങ്ങളൊക്കെ. കുടുവഞ്ചേരിയിലെ കൊട്ട വേണോ? വേണ്ട. ഇതാണ് നമ്മുടെ കുടുവഞ്ചേരി പോലീസ് സ്റ്റേഷൻ, തമ്പ്രാം സിറ്റി. കുടുവഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കയറി നമ്മള് വെള്ളം കുടിക്കുക കേട്ടോ. നമ്മുടെ കയ്യിലുള്ള വെള്ളം തീർന്നു പോയി. കുപ്പിയും കൊണ്ട് വലിച്ച ഗൈസ്, എനിക്ക് ഒരു അമ്മൂമ്മനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മൂമ്മയുടെ പേര് നൈൻ. ഗൈസ്, നമ്മള് ഇത്ര നേരം ഈ കാണുന്ന പോലീസ് സ്റ്റേഷനിലായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ കൂടെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആള് വന്ന് പരിചയപ്പെടുത്തുക. ആണ് அவங்க പേര്? எங்க டிஸ்ட்ரிக்ட் சேலாறு. பேரு தினேஷ். பேரு போஸ்ட் അഡ്വക്കേറ്റ്. ഇത് അപ്പ പേര് അഡ്വക്കേറ്റ്. അപ്പൊ ഇവരെല്ലാരും നമ്മളെ കാണാൻ വേണ്ടി വന്ന കേട്ടോ. ഒത്തിരി സന്തോഷം. ഇന്ന് നമ്മള് നമ്മുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറിയുടെ കൂടെ അവരുടെ സപ്പോർട്ടിലാണ് ഇന്ന് നമ്മുടെ താമസം കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളെ കൂട്ടാൻ വേണ്ടി കാറുമായിട്ട് വന്നിട്ടുണ്ട്. ഒരാൾ കയറി ഇരിപ്പാണ്. നമ്മളെ പോവാണോ? ഓക്കെ, ഇന്നോവ കേട്ടോ. എങ്ങനെയുണ്ട് കൂട്ടാപ്പി? സൂപ്പറാണ്. ഇതില് പോകണല്ലോ മറ്റേത് വിചാരിച്ചേ. മൂന്നാറിക്ക് പോകുമ്പോ കൈസ് നമ്മളങ്ങനെ റൂമിലോട്ട് കയറാൻ പോട്ടോ. റൂമിന്റെ വാതിലൊക്കെ തുറന്ന് ചവിട്ടി പൊളിച്ച് കയറൂടെ. 003 വെടിക്കെട്ട് റൂമാട്ടോ. കേട്ടോ, സൂപ്പർ അടിപൊളി. അലമാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാർജ് കുത്താനുള്ള സെറ്റപ്പ് ഉണ്ട്. ടി വി ഉണ്ട്, ബാത്റൂം ഉണ്ട്, AC ഉണ്ട്. ഡോർ ക്ലോസ്. കൈസ് നമ്മള് ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ആ സമയത്ത് നമ്മളോട് പറഞ്ഞ് നിങ്ങൾ പുറത്തൊന്നും പോകണ്ട, ഭക്ഷണം നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് നമുക്ക് ഭക്ഷണം റൂമിൽ കൊണ്ടുവന്നു കേട്ടോ. ഇതൊക്കെയുള്ള തന്തൂരി, ചിക്കൻ തന്തൂരി. ഇത് ഫ്രൈഡ് റൈസ്, ഇത് മയോണൈസ്, പിന്നെ സാലന, ഇത് സലാഡ്, പിന്നെ അച്ചാറ്, പിന്നെ കെച്ചപ്പ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ രാത്രിത്തെ ഫുഡ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഭക്ഷണം കഴിക്കുക. നമ്മള് ഭക്ഷണം കഴിക്കാൻ പോകട്ടോ. ചെറുതായിട്ടൊന്നും മഴയും പോയിട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുക. നമുക്ക് നാളെ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.